ഹലോ, എല്ലാവർക്കും സാൻ ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു നല്ല നാടൻ മോര് കറിയും ബീഫുമാണ് കേട്ടോ. അപ്പം അതിനായിട്ട് ഇതാ മഞ്ഞളും പുളിവെള്ളവും കറിവേപ്പിലയും കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് തിളച്ച് വരണം കേട്ടോ. ആ കറിവേപ്പിലിൻ്റെ പിന്നെ ഫ്ലേവറൊക്കെ കറിയിലേക്ക് പിടിച്ച് വരണം. അപ്പം അതിലേക്ക് ഇതാ അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ പിന്നെ തേങ്ങയും ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും വെളുത്തുള്ളി ഇട്ട് അരച്ചതാണ് കേട്ടോ. അപ്പോൾ കറി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മളെ കറിയൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ലേശം അരിപ്പൊടി കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ അരിപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആ തേങ്ങ അരക്കണ കൂട്ടത്തിൽ ലേശം പച്ചരി അരച്ചാലും മതി. എൻ്റെ അടുത്ത് അരിപ്പൊടി ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ അരിപ്പൊടി കലക്കിയിട്ടാണ് ഒഴിച്ചു കൊടുത്തത്. ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കട്ട പിടിക്കാതെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ മോര് കറി പിന്നെ അരപ്പൊക്കെ ചേർത്തെടുത്ത് നന്നായി ഒന്ന് തിളച്ച് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. സമയം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കൈ എടുക്കാണ്ട് ഇളക്കിയും കൊണ്ടിരിക്കണം കേട്ടോ. അത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മൾ മോര് ഇവിടെ റെഡി ആയി. ഇത് വാങ്ങി വെച്ചിട്ട് നമുക്ക് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടെടുത്തു. ഇനി അതവിടെ കിടന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബീഫ് കറി വെക്കാനുള്ള ഇത് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതാ ബീഫ് റെഡിയാക്കാനും വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ പിന്നെ തക്കാളി ഇട്ടിട്ടുണ്ട്. കഴുകി വെച്ച ബീഫും പിന്നെ മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് പിന്നെ കുക്കർ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ബീഫ് വെക്കാൻ എല്ലാവർക്കും അറിയണ തന്നെയല്ലേ. അപ്പോൾ കുക്കറൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ കുക്കറൊക്കെ മൂടി വെച്ചത് ഒരു 7 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ബീഫായതുകൊണ്ട് പിന്നെ നല്ല അത്യാവശ്യം വേവുണ്ടാവുമല്ലോ. അപ്പോൾ അതാ നമ്മൾ 7 വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞ് ബീഫൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇനി കുറച്ചൊന്ന് ഗ്രേവി വറ്റിച്ചെടുക്കാണ്ട് കേട്ടോ. അത്രയും ഗ്രേവി വേണ്ട, കാരണം മോര് കറിയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ചോറൊക്കെ ഇവിടെ വെന്ത് ചോറ് ഊറ്റിയെടുക്കട്ടെ. അപ്പോൾ ചോറൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ മസാല വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പം എന്നാൽ അതിൽ കൂടെ അതും കൂടെ പൊരിച്ചെടുക്കാൻ വിചാരിച്ച്. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്, ഒക്കെ റെഡിയായി. ഇനി നമുക്ക് ബീഫിലേക്ക് താളിച്ച് വയ്ക്കട്ടോ. അതിനെന്താ ചെറിയ ഉള്ളി കറിവേപ്പില ഇട്ടിട്ടാണ് കേട്ടോ താളിക്കണത്. അപ്പോൾ ബീഫിലേക്ക് താളിച്ച് ഒഴിച്ചു. അപ്പോൾ അത് നമ്മൾ നല്ല ബീഫ് കറി മോരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.